കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. കോൺഗ്രസിന്റെ UDFന്റെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി VD സതീശൻ ആയിരിക്കില്ല. പിന്നെ ആരാകും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി? രണ്ട് പേരുകളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഏറ്റവും ഒടുവിൽ സജീവമായി വരുന്നത് KC വേണുഗോപാലിന്റെ പേരാണ്. KC വേണുഗോപാൽ AICC ജനറൽ സെക്രട്ടറിയാണ്, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. ഇപ്പോൾ കേൾക്കുന്നത് ആ ചുമതല മാറാൻ സാധ്യതയുണ്ട് എന്നാണ്. ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ AICCയിൽ മാറ്റമുണ്ടാകും. സംഘടനാ ജനറൽ സെക്രട്ടറിയായി സച്ചിൻ പൈലറ്റ് വരും. അതോടുകൂടി KC വേണുഗോപാൽ പൂർണ്ണമായും കേരളത്തിൽ സജീവമാകും. എന്ന് വെച്ചാൽ കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി സ്വാഭാവികമായും KC വേണുഗോപാൽ തന്നെയായിരിക്കും. പക്ഷേ KC വേണുഗോപാലിന്റെ തടസ്സങ്ങളുണ്ട്. അതിൽ പ്രധാന തടസ്സം MP സ്ഥാനമാണ്. MP ആയി ഇരുന്നുകൊണ്ട് നിയമസഭയിലേക്ക് മത്സരിക്കാൻ KC വേണുഗോപാൽ തീരുമാനിച്ചാൽ, അതിന് ഹൈക്കമാൻഡ് സമ്മതം നൽകിയാൽ കേരളത്തിൽ ഭൂരിപക്ഷം MP-മാരും ആ വഴി സ്വീകരിക്കും. അടൂർ പ്രകാശ് ഇപ്പോൾ തന്നെ തയ്യാറായി നിൽക്കുന്നു. ഷാഫി പറമ്പിൽ പാലക്കാട് വീണ്ടും മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്നു. K സുധാകരൻ ഒരു കൈ നോക്കാൻ തന്നെ തയ്യാറായി നിൽക്കുന്നുണ്ട് നിയമസഭയിലേക്ക്. കൊടിക്കുന്നിൽ സുരേഷ് എപ്പോഴേ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നിയമസഭയിലേക്ക് മത്സരിക്കണം എന്ന് വെച്ചാൽ ഇപ്പോഴുള്ള കോൺഗ്രസ് MP-മാരിൽ ഭൂരിപക്ഷം പേർക്കും നിയമസഭയിലേക്ക് മത്സരിക്കണം. അവർ ആ ആവശ്യം ശക്തിപ്പെടുത്തും. അത് KC വേണുഗോപാലിന് വിനയാകുമോ എന്ന ചോദ്യമാണ് ഉയർന്നത്. പക്ഷേ KC വേണുഗോപാൽ ഹൈക്കമാൻഡിൽ നല്ല പിടുത്തമുള്ള നേതാവാണ്. ഹൈക്കമാൻഡ് എന്താണ് തീരുമാനിക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ പോലും KC വേണുഗോപാലിന് കഴിയും. സോണിയാഗാന്ധിയിലും പ്രിയങ്ക ഗാന്ധിയിലും രാഹുൽ ഗാന്ധിയിലുമുള്ള സ്വാധീനം, കോൺഗ്രസ് നേതാക്കളിലുള്ള സ്വാധീനം, ഇതെല്ലാം ഉപയോഗപ്പെടുത്തി KC വേണുഗോപാലിന് മാത്രം ഇളവ് നൽകുമോ? അങ്ങനെ ഇളവ് നൽകിയാൽ കോൺഗ്രസിൽ അത് വലിയ പൊട്ടിത്തെറിക്ക് ഇടയാക്കില്ലേ തുടങ്ങിയ കാര്യങ്ങൾ KC വേണുഗോപാലിന് മുന്നിൽ വിലങ്ങുതടിയായി നിൽക്കുന്നുണ്ട്. അത് എങ്ങനെ മറികടക്കും എന്നതേ ഇനി അറിയാനുള്ളൂ. സൂത്രശാലിയാണ് KC വേണുഗോപാൽ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ അതൊന്നും വലിയ തടസ്സങ്ങളാകില്ല. മറ്റൊരു വഴി രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കുക എന്നതാണ്. കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട ആളാണ് രമേശ് ചെന്നിത്തല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു തവണ ഒരു ചാൻസ് നൽകണമെന്ന അഭിപ്രായം കോൺഗ്രസിനകത്തുണ്ട്. മുതിർന്ന നേതാവാണ്. മുഖ്യമന്ത്രി പദത്തിന് രമേശ് ചെന്നിത്തലയ്ക്ക് അർഹതയുണ്ട്. കോൺഗ്രസ് നേതൃത്വം അംഗീകരിക്കണമെങ്കിൽ KC വേണുഗോപാൽ കരിയണം. KC വേണുഗോപാൽ ആദ്യത്തെ 3 വർഷം എന്ന് വെച്ചാൽ MP സ്ഥാനത്ത് നിന്ന് കാലാവധി തീരുന്നതുവരെ മാറി നിൽക്കാൻ തീരുമാനിച്ചാൽ ഒരു സംശയം വേണ്ട, രമേശ് ചെന്നിത്തലയ്ക്ക് ഭാഗ്യം തെളിയും. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. KC വേണുഗോപാൽ നിയമസഭയിലേക്ക് മത്സരിച്ചാൽ അത് കോൺഗ്രസിനകത്ത് വലിയ ചർച്ചയായി മാറും. മറ്റ് MP-മാർക്കും ആഗ്രഹമുണ്ട്. അവരുടെ ആഗ്രഹത്തിന് തടസ്സം നിന്നു ഹൈക്കമാൻഡ്. KC വേണുഗോപാലിന് മാത്രം ഇളവ് നൽകി എന്ന് വെച്ചാൽ ചില കാലുവാരലുകളും അതോടൊപ്പം തന്നെ വടംവലികളും ഒക്കെ കോൺഗ്രസിനകത്ത് ഉണ്ടാകും. സ്വാഭാവികമാണ്. അതൊക്കെ ഒഴിവാക്കാൻ സുഗമമായ ഒരു നിയമസഭ തെരഞ്ഞെടുപ്പിലേക്ക് UDF പോകുന്നു എന്ന് വരാൻ സ്വാഭാവികമായും അത്തരമൊരു തീരുമാനത്തിലേക്ക് വരുമോ KC വേണുഗോപാൽ എന്നതേ അറിയാനുള്ളൂ. അദ്ദേഹത്തിന് 3 വർഷം കഴിഞ്ഞ് ഈ ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞ് കേരളത്തിലേക്ക് മുഖ്യമന്ത്രിയായി വരാം. അതിന് സമ്മതം മൂളുമോ രമേശ് ചെന്നിത്തല എന്നതാണ്. രമേശ് ചെന്നിത്തലയുമായി അത്തരമൊരു എഗ്രിമെന്റിൽ, കരാറിൽ നേരത്തെ എത്തിയാൽ സ്വാഭാവികമായും ആ വഴി സുഗമമാകും. രമേശ് ചെന്നിത്തലയുടെ ആഗ്രഹം സാധിക്കുകയും ചെയ്യും. KC വേണുഗോപാലിന് മുഖ്യമന്ത്രി ആവുകയും ചെയ്യാം. അതായിരിക്കും ഒരു സുഗമമായ വഴി എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്. അതിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. അപ്പോഴും കേരളത്തിലെ കോൺഗ്രസ് ഒരു സംശയം വേണ്ട, KC വേണുഗോപാലിന്റെ കയ്യിലായിരിക്കും. ആരൊക്കെ മന്ത്രിമാരാകണം, ഏതൊക്കെ വകുപ്പുകൾ ആർക്കൊക്കെ നൽകണം എന്നത് സംബന്ധിച്ചൊക്കെ ഇപ്പോഴേ ചർച്ച KC വേണുഗോപാൽ പക്ഷം നടത്തിക്കഴിഞ്ഞു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് കൈപ്പടിയിൽ നിൽക്കുന്നിടത്തോളം കാലം KC വേണുഗോപാലിനെ ഭയപ്പെടാനില്ല എന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. എന്തായാലും കോൺഗ്രസ് രാഷ്ട്രീയം സങ്കീർണമായ ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറയേണ്ടി വരും. ഇതെല്ലാം 2026-ൽ കലമുടയ്ക്കാൻ ഇടയാക്കുമോ എന്നും കോൺഗ്രസ് നേതാക്കൾ തന്നെ, പ്രത്യേകിച്ച് UDF ഘടകകക്ഷി നേതാക്കൾ ആശങ്ക പ്രകടിപ്പിക്കുന്നുമുണ്ട്.